രാവിലെ തന്നെ പൊന്നാനി ലൈറ്റ് ഹൗസ് കാണാൻ വന്നത് മൂഞ്ചി. ഏതായാലും ഇനി കടലിന്റെ പക്കത്ത് പോയിട്ട് തിരഞ്ഞിരിക്കാം. അവിടെ പോയപ്പോൾ ഒരു ഇക്കാക്ക നേരം വെളുത്തപ്പോ തന്നെ വെള്ളത്തില്ല. അതിന്റെ ഇടയിൽ നമ്മുടെ ചെക്കന്മാർക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ചാട്ടം ചാടണം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ പാട്ടിന്റെ ധാരാളം മനസ്സിൽ എങ്ങനെയുണ്ട് നമ്മളെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? അതും കഴിഞ്ഞ് നേരെ വിട്ട് പൊന്നാനി ഹാർബർക്ക്. അവിടെ എത്തിയപ്പോൾ എന്റെ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത ഒരു ഹലാക്കിന്റെ കാളാഞ്ചിരം കണ്ടു. അത് മാത്രല്ല കടലിൽ കിട്ടണമെങ്കിൽ എല്ലാ ഐറ്റം സാധനം ഇവിടെ വന്നാൽ കിട്ടും. ഇനിയിപ്പോ ആഫ്രിക്കൻ മൊജ്ജു നീല തെമ്മീങ്കലമാണെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരാൻ പറ്റുന്ന ചെക്കന്മാരുള്ള നാടാണ്. പക്ഷെ ആ പറഞ്ഞ സാധനങ്ങളൊന്നും ചോദിച്ചിട്ട് അങ്ങോട്ട് ആൾക്കാർ വരില്ല. എന്തായാലും എല്ലും മുറിയെ പണിയെടുക്കുന്ന കുറെ കടലിന്റെ മക്കളെയും കണ്ടു ഞങ്ങൾ നേരെ വിട്ട് നാട്ടിൽ. ഇന്ന് എന്റെ നാട്ടിലത്തെ UP സ്കൂളത്തെ പരിപാടിയാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കവുങ്ങ് പെരെ പോയിട്ട് മാറ്റി വന്നു. കുളിച്ചു മാറ്റി പുതിയാപ്പിളായിട്ടാണ് ആളെ വരവ്. UP സ്കൂളത്തെ പരിപാടിക്കും പുതിയാപ്പിളായിട്ട് വന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലായി. അവിടെ അങ്ങനെ ലൂട്ട് ചെയ്ത് നടക്കുമ്പോഴാണ് നമ്മുടെ സുക്കൂർ നേർച്ചക്കോയൊക്കെ നേരത്തെ കാലത്ത് കളത്തിലെത്തി. അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേജിൽ ഗ്യാസ് നിന്ന് കത്തുന്നു. വണ്ടി തടി കഴിച്ചിലാക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫയർഫോഴ്സിന്റെ പരിപാടിയാണ്. അതിന്റെ ഇടയിൽ ആരും എണ്ണീറ്റ് പഞ്ച് കുസ്തി കളിക്കാനെന്ന് പറഞ്ഞാണ്ട് ഒരു വധൂരിയാണ്. ആള് ഞങ്ങളെ നാട്ടിൽ വളർന്നു വരുന്ന കില്ലാടി. അന്നേറ്റ് കളിക്കാൻ ഞാൻ പറഞ്ഞാണ്ട് നമ്മളെ ഫനു കളത്തിലിറങ്ങി. ഈജൽ എന്റെ പാപ്പ വന്നാലും നമ്മൾ തോപ്പിക്കുന്ന പറഞ്ഞാണ്ട് ചെക്കൻ ജയിച്ചു. നമ്മളെ റഷീദാക്കാന്റെ മോളൊക്കെ പരിപാടിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്ക് കൊന്നു. അതിന്റെ ബാക്കിലെത്തിയപ്പോൾ അവിടെ അങ്ങനെയും കലാകാരന്മാരും കലാകാരികളും ഒരു കലാവാസന ചെയ്യാത്ത നമ്മൾ അവിടുന്ന് മെല്ലെ സ്കൂട്ടായി. പരിപാടി ഇങ്ങനെ കണ്ടിരിക്കണതിന്റെ ഇടയിൽ നമ്മുടെ തായുർമോൻ കളത്തിലിറങ്ങി. അവനെ കണ്ടപ്പോ കഴിഞ്ഞു കഥ.